സത്യത്തിൽ നമ്മൾ ഇത്ര കമ്പനിയാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് മനസ്സിലായത് കേട്ടറിവിനേക്കാളും വലിയ മഹാ അത്ഭുതമാണ് സുരഭി എന്ന സത്യം. എന്താണ് അങ്ങനെയാണ് എനിക്കിന്ന് മനസ്സിലായത്. ഞാൻ നോക്കുമ്പോൾ BA ഭരതനാട്യം ഫസ്റ്റ് റാങ്ക്, MA തിയേറ്റർ, പിന്നെ MPhil, ഡോക്ടറേറ്റ്, അങ്ങനെ പല കാര്യങ്ങളും. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പഠിച്ചു വന്നു. കലാമണ്ഡലത്തിൽ ചേരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ 8ാം ക്ലാസ് കലാമണ്ഡലം സുരഭി എന്നുള്ള പേര്. അതെ. പക്ഷെ ആ സമയത്ത് നമ്മളാരും ചേർത്തില്ല. പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് അറിയാതെ ഇങ്ങനെ ഡാൻസും അങ്ങനെ കേട്ട് ഇങ്ങനെ പോയതായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീടിനടുത്തുള്ള കള്ളുഷാപ്പിന്റെ അടുത്ത് നിന്നാണ് ഒരു കള്ളുഷാപ്പോ? എൻ്റെ വീടിന്റെ അടുത്ത് ഒരു കള്ളുഷാപ്പുണ്ട്. എന്റെയും ഒരു ഷാപ്പുംപടിയാണ് എന്റെ വീടിന്റെ പേരും. അവിടെ നിന്നൊരു പേപ്പർ കിട്ടി. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ തട്ടി നോക്കിയതാ. ഒരു ദേശാഭിമാനി പത്രം. അവിടെ പോയോ? ഞാൻ പോയതല്ല, എന്റെ വീട്ടിന്റെ ഞാൻ ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണല്ലോ ഈ കള്ളുഷാപ്പ്. അപ്പൊ അവിടുന്ന് വെറുതെ നോക്കി എടുത്ത് നോക്കിയപ്പോഴാണ് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ BA ഭരതനാട്യത്തിന് ഒഴിവുണ്ട്. അപ്പൊ ഞാൻ വെറുതെ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങോട്ട് അയച്ചു നോക്കി. അങ്ങനെ കാലടിയിലെത്തിയതാണ്. അവിടെ നിന്ന് പിന്നെ ഞാൻ തിയേറ്ററിലേക്ക് പോയി. അപ്പൊ ഡാൻസ് പഠിക്കാൻ പോയിട്ട് പിന്നെയാണ് തിയേറ്ററിലേക്ക് അതിന് വഴിത്തിരിവായതും അല്ലെങ്കിൽ ഞാനൊരു നടിയാവണം എന്ന് തീരുമാനിച്ചതും ഈ വേദിയിൽ വെച്ചിട്ടാണ്. ഈ വേദിയിൽ അമൃത ടിവിയുടെ വേദിയിൽ വെച്ചിട്ടാണ്. അമൃത പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ? അല്ലല്ല, അത് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് അമൃത ടിവിയിൽ ഇങ്ങനെ ഒരു ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലാണ് നമ്മളുടെ വീടൊക്കെ വന്ന് കാണിക്കും, നമ്മുടെ വീട്ടുകാരോടൊക്കെ ചോദിക്കും, പ്രൊഫൈല് കാണിക്കുമല്ലോ, എങ്ങനെയുണ്ട് സുരഭി പണ്ട് മുതലേ ഞങ്ങളുടെ നാട്ടിൽ, അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ കാലടിയിൽ വന്നപ്പോൾ എൻ്റെ മാഷ് പറഞ്ഞു, ഇങ്ങനെ ആക്ടേഴ്സിൻ്റെ ഹണ്ട് ചെയ്യുന്ന ഒരു ഷോ തുടങ്ങുന്നുണ്ട്, അപ്പം നിങ്ങൾ പോയി ഒന്ന് വെറുതെ അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓപ്ഷൻ എടുത്തിരിക്കുന്നത് തിയേറ്ററാണ്. അപ്പോൾ പറഞ്ഞു സുരഭിയൊക്കെ വെറുതെ പോയി നോക്ക്, ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തൃശ്ശൂരാണ് ഓഡിഷന് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ 3 മിനിറ്റുള്ള ഒരു എന്തെങ്കിലും ഒരു പെർഫോമൻസ്, 3 മിനിറ്റ്. ഓക്കെ, എൻ്റെ കയ്യിൽ കാലങ്ങളായിട്ട് കാലപ്പഴക്കം വന്നൊരു മോണാക്ട് ഉണ്ട്. അത് തന്നെയാണ് ഞാൻ 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യൂണിവേഴ്സിറ്റി ലെവൽ വരെ ഒറ്റ മോണാക്റ്റുമായിട്ടാണ് തറമായിട്ട് കിടക്കാണ് മനസ്സിൽ. ഇപ്പം ഇല്ല, അന്ന്. അപ്പോൾ അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് 3 മിനിറ്റിലേക്ക് ചുരുക്കി അവിടെ പോയിട്ട് പെർഫോം ചെയ്യാന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ല. അപ്പം ഞാൻ വിജിലേഷ്, ഇപ്പൊ ആക്ടറാണ്, വിജിലേഷ്, രജീഷ്, അങ്ങനെ ഞങ്ങൾ 2 പേരും 3 പേര്. അപ്പോൾ എൻ്റെ കയ്യിലാണ് കുറച്ച് പൈസ ഉള്ളത്. ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിന് പോവാം, അങ്ങോട്ട് ട്രെയിൻ വരിക, പിന്നെ ഉച്ചയാകുമ്പോഴത്തെ കയ്യിലേ 9 മിനിറ്റ് അല്ലേ ഉള്ളൂ, നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരാം. ഫുഡിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ 9 മിനിറ്റ് കൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരില്ലേ. എന്തെങ്കിലും ഒരു പപ്സ്, കട്ട്ലറ്റ് അങ്ങനെ കഴിക്കണം. അതൊന്നും ഞങ്ങളെ പ്ലാനിലില്ല. അവിടെ ചെന്നപ്പോഴാണ് ഒരു ഹാള് മുഴുവനായിട്ട് നിറയെ ഓഡിഷന് വന്നിരിക്കുന്ന ആൾക്കാർ. ഞങ്ങൾ ഞെട്ടിപ്പോയി. നിറയെ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആണ്. അപ്പോൾ ഇനി അത് എപ്പോഴും ഞങ്ങൾ 471 അങ്ങനെ എന്തോ നമ്പറാണ് കിട്ടുന്നത്. അത് ഇന്ന് വൈകുന്നേരം 8 മണിയായാലും തീരും തോന്നുന്നില്ല എന്ന്. 9 മിനിറ്റിൽ തിരിച്ചു വരും. അവിടെ എത്തി ഉച്ചയായി. ഞങ്ങളൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങി. പിന്നെ ഈ പ്രൊമോ കാണിക്കുമ്പോൾ അന്നും എന്നുമൊക്കെ കുറച്ചും കൂടി മേക്കപ്പ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ പ്രൊമോയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വരിക. അപ്പം ഞങ്ങളെടുത്ത് ഇങ്ങനെ വന്നിട്ട് പിന്നെ മാറ്റി ഇപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ അതിലെങ്കിലും ഒന്ന് പെട്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒന്നും പെടുത്തിയില്ല. അങ്ങനെ അന്ന് കിട്ടുന്ന ഓഡിഷനിൽ അവസരം ലഭിക്കുന്ന ആദ്യത്തെ ആള് ഞാനായിരുന്നു. വൈകുന്നേരം 4:45 ആയപ്പോഴാണ് സംഭവിച്ചത്. അപ്പൊ അവര് ഈ മോണാക്ട് കണ്ടപ്പോ അവരെന്തെങ്കിലും, അതായത് ഇപ്പോഴും മനസ്സിൽ ഓർത്തുക്കുന്ന എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞോ? അത് ഇതെല്ലാത്തിനും മുരളി സാർ ചെയ്യുന്നതാണ്. നമ്മൾ അങ്ങ് പ്രോത്സാഹിച്ചു പോവും അറിയാതെ. കാരണം നമ്മൾ നന്നായിട്ട് പുകഴ്ത്തി എൻകറേജ് ചെയ്യിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു ഇതല്ല വേണ്ടത്, വേറൊരു സംഭവം ഇംപ്രവൈസ് ചെയ്യുന്നു. അപ്പോ P. ബാലേന്ദ്രൻ സാർ പറഞ്ഞു സുരഭി ഇപ്പൊ ഒരാലയിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഏതാലയാണ് സാർ? ഏതൊക്കെ ആലകൾ അറിയാം? ഞാൻ ഈ ഇരുമ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ആലയെ അറിയാം, പിന്നെ സാധാ പശുവിനെ കറക്കുന്നത്. സുരഭിക്ക് ഏതാ ഇഷ്ടമുള്ള ആല? പശുവാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പൊ എന്നാ പശുവിന്റെ ആലയിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോ അപ്പോഴും ഇതല്ല, ഇതൊക്കെ വേറൊരു സാധനം കൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്റ്റലിൽ
ഉള്ള ഫോൺ വിളികളെ കുറിച്ച്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ രാത്രി 12 മണിക്ക് പോകുമ്പോൾ അന്നൊന്നും അധികം ആളുകളുടെ അടുത്ത് മൊബൈലില്ല, ചെറിയ അപ്പം അത് വെച്ച് കുറുകുന്ന ചേച്ചിമാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിച്ചു. അപ്പോൾ ഓക്കെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അന്ന് 100 പേരെ എങ്ങാണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നൊരു 3 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ലാസ്റ്റ് 20 പേരെ സെലക്ട് ചെയ്യുന്നത്, തെരഞ്ഞെടുത്ത് അങ്ങനെ ഈ ഒരു വേദിയിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ അമൃത TV ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഒരു വിൻ ചെയ്തത്. അത് കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ യാത്ര. ഞാൻ തിയേറ്ററിലേക്ക്, ഡാൻസിൽ നിന്ന് മാറി തിയേറ്ററിലേക്ക് സെലക്ട് ചെയ്യുന്നതും ഒരു നടിയായി മാറിയതും ഇന്നിവിടെ ഒരു കണ്ടസ്റ്റന്റിൽ നിന്ന് മാറി ഒരു ആക്ട്രസ് ആയിട്ട് ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ അച്ചീവ്മെന്റ്സോട് കൂടി അല്ലെ, ഒരു നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് ഇവിടെ തിരിച്ചു വന്നിരിക്കാൻ. സുരഭി ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാനിപ്പോ ഹരിമുരളീരോ ഒക്കെ പാടും. ആരുടെ കൂടെ? ദാസേട്ടന്റെ കൂടെ. അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ട് പാട്ട് ഓൺ ചെയ്തിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നന്ദനം അത് ഞാൻ ചിത്രേച്ചിയുടെ കൂടെ പാടും, ചന്ദനമണി പാടും. പക്ഷെ ഞാൻ അതെന്റെ മനസ്സുകൊണ്ടാണ് പാടി എത്തിക്കുന്നത്. അപ്പൊ ആ നോട്ടുകളിലേക്കൊക്കെ എന്റെ മൈൻഡ് കൊണ്ട് എനിക്ക് പോവാൻ പറ്റും. ഒറിജിനലായിട്ട് അല്ല, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ തോന്നിയാ പോരെ. അങ്ങനെ തോന്നിയാ മതി. തോന്നുക, അത് നമ്മളത് നമ്മളുടെ മനസ്സിൽ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആ ലെവലിലേക്ക് എത്തുന്നു. നമുക്ക് ഒന്ന് പാടി നോക്കിക്കേ, ഒന്ന് അറിയാതെ കൃഷ്ണ എന്നുള്ള ആ ഒരു ആ നോട്ടിൽ ചിത്ര ചേച്ചി പാടിയ നോട്ട് മനസ്സിൽ വെച്ചിട്ടൊന്ന് ശബ്ദമില്ലാതൊന്ന് മെന്റലി ഒന്ന് പാടി നോക്ക്. പറ്റുന്നില്ലേ? ഇത് വിചാരിക്കും ടിവിയിൽ കാണുന്നതായിരിക്കും, അയ്യോ എന്ത് പറ്റിയെന്ന് മ്യൂട്ടായി പോയി. ഇത് മ്യൂട്ടല്ല, ഞങ്ങൾ ഒരു ട്രെയിനിങ് നടത്തിയതാണ്. അതെ, നമുക്ക് അതുകൊണ്ട് അത് നിർത്തുമ്പോൾ നമ്മളുടെ പാട്ട് കൃഷ്ണ അത് പോട്ടെ. പക്ഷെ നമ്മൾ മാനസികമായിട്ട് അതായിരിക്കും പാടുന്നത്, പിച്ച് ഔട്ട് ആയിരിക്കും. മനസ്സുകൊണ്ട് അപ്പൊ വളർന്നു വരാൻ, അഭിനയിക്കാൻ ആഗ്രഹമുള്ള കലാകാരനും കലാകാരിക്കും ഈ ഒരു ചെറിയൊരു അഡ്വൈസ് നമ്മൾ സുരഭി ചേച്ചി കൊടുത്തിരിക്കുന്നു. ഇത് അവർക്ക് ജീവിതത്തിൽ ഇതാക്കാൻ പറ്റും, പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാം.